ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ ഏകദേശ ധാരണ. ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും മുന്നണി സമവായം പരിഗണിക്കണോ എന്ന് KPCC നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. തർക്കരഹിതമായി തീരുമാനം ഉണ്ടാകുമെന്നാണ് മുന്നണി നേതാക്കൾ പറയുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസിനുള്ളിലാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുന്നത്. മുതിർന്ന നേതാക്കളിൽ പലരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് എങ്കിലും വനിതാ സംവരണമാണ് അധ്യക്ഷ സ്ഥാനം എന്നതാണ് പ്രതിസന്ധി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച സാന്ദ്രാമോൾ ജിന്നിക്കാണ് പ്രഥമ പരിഗണന. കന്നി വിജയമെങ്കിലും മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിയായ ജെസ്സി അമ്പാട്ടുകൂടിക്കും സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. ഇരുവരുടെയും പേരുകളാണ് ചർച്ചയിൽ പ്രഥമ സ്ഥാനത്ത് ഉള്ളത്. എന്നാൽ കേരള കോൺഗ്രസിന് മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം നൽകണോ എന്നുള്ളത് KPCC തീരുമാനത്തിന് ശേഷമേ നിശ്ചയിക്കുകയുള്ളൂ. കേരള കോൺഗ്രസിന് അവസാന വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകുക എന്നതായിരിക്കും മുൻ വർഷത്തെ പോലെ ഇപ്രാവശ്യവും ധാരണ. അങ്ങനെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അവസാന ടൈമിൽ പ്രസിഡന്റായ ഡോളി സുനിൽ തന്നെയാകും പ്രസിഡന്റാകുക. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2 സീറ്റുകളാണ് ലഭിച്ചത്. അതിലെ ഏക വനിതയാണ് ഡോളി സുനിൽ. കോൺഗ്രസിൽ നിന്നും പ്രസിഡന്റാകുമ്പോൾ കേരള കോൺഗ്രസിൽ നിന്നും VA ഉലകണ്ണൻ വൈസ് പ്രസിഡന്റാകും. മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസിൽ നിന്നും ഡോളി സുനിൽ പ്രസിഡന്റാകുമ്പോൾ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ് AP ഉസ്മാനാകും വൈസ് പ്രസിഡന്റാകുക. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയിട്ടും ഭരിക്കുവാൻ കഴിയാത്ത UDF-ന് മധുര പ്രതികാരമായാണ് ഈ പ്രാവശ്യം മിന്നും വിജയം നേടുവാൻ കഴിഞ്ഞത്. 2020 UDF-നായിരുന്നു ഭരണം ലഭിച്ചത്. അന്ന് കോൺഗ്രസിലെ പ്രസിഡന്റായിരുന്ന രാജീവ് ചന്ദ്രൻ ധാരണപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും രാജിവെക്കാതെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു. ഇതേ തുടർന്ന് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കിയത്. തുടർന്ന് കോൺഗ്രസിലെ ആൻസി തോമസ് 1 വർഷവും അവസാന വർഷം കേരള കോൺഗ്രസിലെ ഡോളി സുനിലുമായിരുന്നു പ്രസിഡന്റ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.